സായി അഭിഷേകും അപ്പൊ നോറയുടെ നേരെയാണ് പൊട്ടിത്തെറിക്കുന്നത്. സായിയും അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും നന്ദനയും നോറയും ഒക്കെ ഒരേ ഗ്രൂപ്പാണ്. അപ്പൊ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടാസ്കിൽ ഒരു മെലോ ഡ്രാമ ചെയ്യാനൊക്കെയാണ് പറഞ്ഞേക്കണം. അവിടെയുള്ള ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് രസകരമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ടാസ്കിൽ അപ്പൊ നോറയ്ക്ക് ജാൻമണിയുടെ ഇഷ്യൂ എന്തായാലും എടുത്തിടണം എന്നുള്ളതാണ്. അടിക്കാൻ വന്നതായിട്ടുള്ള കാര്യങ്ങളും ജാൻമണിയുടെ ഇൻസിഡന്റ് എന്തായാലും ടാസ്കിൽ ചെയ്യണം. ഈ ഇഷ്യൂലൊന്നും പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് ആരും സംസാരിച്ചിട്ടില്ലെന്നൊക്കെയാണ് പുള്ളിക്കാരി അവിടെ പറയുന്നത്. അപ്പൊ ആ കണ്ടന്റ് അല്ല വേറെ കണ്ടന്റ് ചെയ്യാമെന്നാണ് അപ്പൊ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. അപ്പൊ നോറയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയാണ് ഈ കണ്ടന്റ് എന്തായാലും വേണം എന്നുള്ളത്. അപ്പൊ അഭിഷേക് ജയദീപ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻമണിയുടെ ഇത് പെർഫോം ചെയ്യാൻ പുള്ളിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളിയോട് ഇവർ പറഞ്ഞു വേറെ ചെയ്യാം, ജാൻമണിയുടെ ഇഷ്യൂ വേണ്ട എന്നുള്ളത്. അപ്പൊ അഭിഷേക് ജയദീപും വേറെ ചെയ്യാന്ന് പറയുകയുണ്ടായി. നോറയ്ക്ക് എന്ത് ചെയ്താൽ പറ്റില്ല. നോറ പറയാണ് എന്തായാലും ജാൻമണിയുടെ ഇഷ്യൂ തന്നെ എടുത്തിടണം, ജാൻമണിയുടെ ഇഷ്യൂ നോറയ്ക്ക് എടുത്തിടണം എന്നുള്ളതാണ് പ്രശ്നമായിട്ട് വന്നത്. അപ്പൊ മറ്റുള്ളവരൊക്കെ ഫണ്ണായിട്ട് കാണാം, ഇതൊരു ടാസ്ക് ആണ്, ഇതിങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല, പേഴ്സണൽ ആയിട്ട് എടുത്തിടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സായി ഒന്നും പറഞ്ഞിട്ട് നോറ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നില്ല എന്നാണ് നോറ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ പേഴ്സണൽ ഇത് വെച്ചിട്ട് തന്നെയല്ലേ കളിക്കാറുള്ളത്, അല്ലാണ്ട് ഇപ്പൊ ഇതിന് മാത്രമാണോ, പിന്നെ എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിലാണ് നോറ ചോദിക്കുന്നത്. ഇതൊരു ടീമായിട്ട് ചെയ്യേണ്ടതല്ല, ഇതിലിങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് സായി ദേഷ്യപ്പെട്ടായിട്ട് എണീറ്റ് പോകുന്നത്. ആയിട്ട് അഭിഷേക് ശ്രീകുമാരൻ പറയുന്നത് എന്തിനാണ് ഈ ടീമിലേക്ക് എന്നെയൊക്കെ ഇട്ടത്, ഒരു കാര്യം ചെയ്യാൻ ആർക്കും ഒത്തൊരുമയില്ല, പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭിഷേക് ശ്രീകുമാരൻ ദേഷ്യപ്പെട്ടാണ് പോകുന്നത്. അഭിഷേക് ശ്രീകുമാർ ആയിട്ട് നോറോട് പറയുന്നുണ്ട് അവളുടെ ഒരു റിവഞ്ച്, അവൾ എല്ലായിടത്തും റിവഞ്ച് എടുക്കാൻ നടക്കുവാണ്, എല്ലാ സ്പേസിലും അവൾക്ക് പറയണം എന്നൊക്കെ അഭിഷേക് ശ്രീകുമാർ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് നോറ പോയിരുന്ന് കരയുവാണ്. എന്നിട്ട് സായും അഭിഷേക് ശ്രീകുമാരും എല്ലാവരും ചെന്നിട്ട് പറയുന്നത് നീ വളരെ സെൽഫിഷ് ആണ്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഫണ്ണായിട്ട് ചെയ്യേണ്ട ഒരു ടാസ്കിൽ എന്തിനാണ് റിവഞ്ച് വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഭിഷേക് ജയദീപ് വന്ന് സംസാരിക്കുമ്പോൾ നോറ പറയുന്നത് ഞാൻ ഫണ്ണായിട്ട് തന്നെ അത് ചെയ്യാന്നാണ് ഉദ്ദേശം, പക്ഷെ എന്നെ പറയാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവർ ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് പെരുമാറുന്നതെന്ന് ആക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് നോറ പറയുന്നത്. നോറ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇഷ്യൂ എടുക്കുന്ന പോലെ എന്നുള്ളതാണ് റൂമിലിരുന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. അത് മാത്രമല്ല നോറ എന്തായാലും ആ ഇഷ്യൂ എടുത്തിടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. നോറ അവിടെ വെച്ച് ഫണ്ണായിട്ടായിരുന്നില്ല സംസാരിച്ചത്. ജാൻമണിക്ക് എല്ലാം കേട്ടിട്ട് നല്ല സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കേണ്ട, അവളോടൊന്നും അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഇങ്ങനെ തന്നെയാ ഒന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ജാൻമണി നിൽക്കുന്നുണ്ട്. നോറ പോയിരുന്ന് ഭയങ്കര കരച്ചിലാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെന്ന് നോറേനെ സമാധാനിപ്പിക്കാനും ഗെയിമിലേക്ക് വരാനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നോറ വരാണ്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. നോറയ്ക്ക് എല്ലാ ടാസ്കിലും എല്ലാത്തിലും പരമാവധി സ്പേസ് കൊടുക്കാറുണ്ടെന്ന് സായു അഭിഷേക് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ദേഷ്യം വന്ന് അവർ ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നോറേനെ പിന്നെ ടാസ്കിലേക്ക് വരാൻ വിളിച്ചിട്ട് നോറ വരുന്നില്ല. നോറ ഭയങ്കര കരച്ചിലാണ് അവിടെ ഇരുന്ന്. എന്നിട്ട് അവർ തന്നെ ടാസ്ക് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോറയായിട്ട് ആര് വിളിച്ചിട്ടും കേൾക്കാതെ അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ചിലപ്പോൾ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് എല്ലാം വിളിക്കുമായിരിക്കും. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.